നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അനാവശ്യ തടസ്സവാദങ്ങളും അടിസ്ഥാനരഹിത ചോദ്യങ്ങളും ഉന്നയിച്ച് അധികൃതർ പട്ടയ നടപടികൾ മരവിപ്പിക്കാൻ നീക്കം നടത്തുന്നതായി അഖില തിരുവിതാംകൂർ മലയ അരയ മഹാസഭ. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഗ്രൂപ്പ് ഫോക്കസിംഗ് സംഘടിപ്പിച്ചു. കാരുണ്യപൂർവ്വം CITU പദ്ധതിയുടെ ഭാഗമായി മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കർഷക ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂൾ കർഷക ദിനം വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. വാർത്തകൾ വിശദമായി. അനാവശ്യ തടസ്സവാദങ്ങളും അടിസ്ഥാനരഹിത ചോദ്യങ്ങളും ഉന്നയിച്ച് അധികൃതർ പട്ടയ നടപടികൾ മരവിപ്പിക്കാൻ നീക്കം നടത്തുന്നതായി അഖില തിരുവിതാംകൂർ മലയ അരയ മഹാസഭ ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അതായത് 537 പട്ടയങ്ങൾ താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ശുപാർശ ചെയ്ത 537 പട്ടയങ്ങൾ കളക്ടറേറ്റിൽ കൊടുക്കാതെ ഉണ്ട്. അപ്പോൾ ഇത് 2-3 മാസമായപ്പോൾ നമുക്ക് സംശയം തോന്നി എന്താണ് കൊടുക്കാത്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി എനിക്കൊന്ന് തന്നിരിക്കുന്നതുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇടുക്കി ജില്ല തൊടുപുഴ താലൂക്കിലെ പട്ടയ നടപടികൾ നിർത്തിവെച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും മറുപടി പറഞ്ഞു ഇല്ല, നടപടി തുടരുകയാണ്. രണ്ടാമത് അങ്ങനെയാണെങ്കിൽ എത്ര പട്ടയങ്ങൾ അവിടെ പെൻഡിങ് ഉണ്ട്? അതിന് മറുപടി തന്നു 537. അപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്നത് തുടർ നടപടി എന്നുള്ള രീതിയിൽ പട്ടയ നടപടി തുടരുകയാണെന്നും ഫീൽഡ് പരിശോധന കഴിഞ്ഞ് ഉടൻ തന്നെ പട്ടയം വിതരണം ചെയ്യും എന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് വിവരാവകാശ നിയമത്തിലൂടെ കിട്ടിയിരുന്നത്. എന്നാൽ ആ വിവരാവകാശ നിയമപ്രകാരമുള്ള ആ രേഖ നമ്മുടെ കയ്യിൽ കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഈ ന്യൂസ് നമുക്ക് ഇന്നലെ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ പട്ടയ നടപടികൾ സ്റ്റേ ചെയ്തിട്ടില്ല, തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരുന്നു, എന്താണ് അങ്ങനെ പറയാൻ സാഹചര്യം? അത് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൊടുത്ത ആ രേഖ ആവശ്യപ്പെട്ടിരുന്നത് നമ്മളെ കിട്ടിയിട്ടില്ല. എങ്കിലും നമ്മുടെ ഈ ജന്മഭൂമി വിദ്യാപദ്ധതി വന്നതനുസരിച്ച് കുറേയധികം കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇതിൽ പട്ടയം തരാതിരിക്കാനുള്ള കാര്യം പ്രധാനമായിട്ട് ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് സാങ്കേതികമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രസിഡന്റ് KB ശങ്കരൻ, വൈസ് പ്രസിഡന്റ് PV വിജയൻ, ജനറൽ സെക്രട്ടറി VP ബാബു, ജോയിന്റ് സെക്രട്ടറി MI വിജയൻ, മേഖലാ ചെയർമാൻ KK സോമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്കൃത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ദിനാചരണം നടത്തി. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച യോഗം ഹെഡ് മിസ്ട്രസ് M ജീന ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ അധ്യാപിക R മിനിമാൾ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കൃത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ദിനാചരണം നടത്തി. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച യോഗം ഹെഡ് മിസ്ട്രസ് M ജീന ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ അധ്യാപിക R മിനിമോൾ മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പറയാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. കാരണം ഈ സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളാണ്. അതുപോലെ തന്നെ സബ് ജില്ലാ തലത്തില് കർഷക ദിനം കൂടി ആചരിച്ച ഒരു സ്കൂളാണെന്ന് കൂടി ഒരു പ്രത്യേകതയാണ്. ബ്രഹ്മതത്വം തത്താവദ്ഭാവി സാക്ഷാത് ഗുരുഭവനപുരേ സന്തഭാഗ്യം.
കുട്ടികൾ സംസ്കൃതത്തിൽ കവിത, പ്രസംഗം, നാടകം, കവിതാലാപനം തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചു. ക്ലബ് കൺവീനർ PV ഇന്ദുജ സ്വാഗതവും ജോസഫ് മാത്യു നന്ദിയും പറഞ്ഞു. അധ്യാപകരായ കൊച്ചുറാണി ജോയ്, T അജിത, ബില്ലറ്റ് മാത്യു, KJ നാൻസി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊടയത്തൂർ. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഗ്രൂപ്പ് ഫോക്കസിംഗ് സംഘടിപ്പിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഗ്രൂപ്പ് ഫോക്കസിംഗ് സംഘടിപ്പിച്ചു. മഹാത്മാജിയുടെ ഛായാചിത്രത്തിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് തൊടുപുഴ DYSP MR മധുബാബു ഉദ്ഘാടനം ചെയ്തു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എവിഡൻസ് എന്നുള്ള ഒരു ഭാഗം ക്ലിയറാകുന്നത് മിക്കവാറും ഈ ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. നമുക്കിപ്പോൾ സഹായകരമായിട്ടുള്ള മാറി. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് മിക്കവർക്കും ഈ പത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, കൂടുതൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് സാഹസികമായ രീതിയിൽ തൊഴിലേർപ്പെടുന്നവരുണ്ട്. അപ്പോൾ അത് സാഹസികമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം, നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അവർക്കുണ്ട്. ചിലർക്ക് അസുഖകരമായ ചില കാര്യങ്ങളായിരിക്കും ഒരു ഫോട്ടോ എടുക്കുന്നതിലൂടെ. അസോസിയേഷൻ പ്രസിഡന്റ് PS സുധീർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ TG ഷാജി, KM മാണി, ലിൻസൺ രാഗം, ജ്യോതിഷ് കുമാർ, സജി ഫോട്ടോ പാർക്ക്, കമൽ സന്തോഷ്, ശ്രീകുമാർ, അജിത് കുമാർ, നിഖിൽ ലോയൽ, ജിയോ ടോമി, ഫ്രാൻസിസ്, സിറ്റി ഇമേജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാരുണ്യപൂർവ്വം CITU പദ്ധതിയുടെ ഭാഗമായി മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വലിയ പ്രസംഗത്തെ ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആശുപത്രിയിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റുള്ള ഭക്ഷണം കഴിച്ചവർ തിരിച്ചു വരുമ്പോൾ തന്നെ രോഗികളെ പരിശോധിച്ച് തുടങ്ങുന്നതിനുള്ള സാഹചര്യം കൊടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മളുടെ ഉദ്ഘാടന സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും രോഗികളെ കണ്ടിട്ട് എത്രയും വേഗം തിരിച്ച് വീടുകളിലേക്ക് പോകാം എന്നുള്ളതാണ്. മാത്രമല്ല ഈ കാത്തിരിപ്പുറത്തല്ലാതെ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഒരു തിരിച്ചു പോലും നമുക്ക് ഇതിനകത്ത് ഉദ്ഘാടന സമ്മേളനത്തിനായി നമ്മൾ മാറ്റി നിർത്തുന്നില്ല. വന്നിട്ടുള്ള ഡോക്ടേഴ്സും അവിടെ നിന്ന് വന്നിട്ടുള്ള മറ്റ് അവരെ സഹായിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരും യൂണിയൻ ഏരിയ പ്രസിഡന്റ് KV ജോയ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ, EV സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. KK കബീർ സ്വാഗതവും ജിൻസൺ പീറ്റർ നന്ദിയും പറഞ്ഞു.
കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കർഷക ദിനാചരണം നടത്തി. വിളംബര ജാഥയോടെയാണ് ദിനാചരണം തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാജൻ ചിമ്മിനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കർഷക ദിനാചരണം നടത്തി. വിളംബര ജാഥയോടെയാണ് ദിനാചരണം തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ തുടക്കം വെച്ച കൃഷികളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനായിട്ട് നമ്മുടെ ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിലുള്ള കൃഷി ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് സാജൻ ചിമ്മിനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരായ മൈലക്കൊമ്പ് വടക്കൽ കുഞ്ഞിക്കൊച്ച്, ഈസ്റ്റ് കലൂർ പിടിയാനിക്കൽ PC ഗോപാലൻ, ഏഴല്ലൂർ തച്ചുകുന്നേൽ മേരി അഗസ്തി, ജിൻസ് കീരിക്കാട്ട്, അശ്വിൻ ജയൻ, VC ഉണ്ണി, പൊട്ടനാനിക്കൽ സാബു ജോൺ എന്നിവരെ ആദരിച്ചു. ജനപ്രതിനിധികളായ ബിന്ദു ഷാജി, നീതു ഫ്രാൻസിസ്, ഗ്രേസി തോമസ്, സിബിൻ വർഗീസ്, ഉഷ രാജശേഖരൻ, ശരത് ബാബു, ജിൻഡു ജേക്കബ്, PM അലി, ലൈല കരീം, MB സുനിത, മായ ദിനേശൻ, സുമേഷ് പാറച്ചാലിൽ, സജി ചെമ്പകശ്ശേരിൽ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MM മാത്യു, OV ബിജു, PS സുരേഷ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ നരിക്കുഴി, TM അലിയാർ, MV ജോസ്, KV ജോസ്, ശശികുമാർ നെല്ലിക്കത്തടത്തിൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രബിന്ദു, സെക്രട്ടറി ഷേർലി ജോൺ, ഡോക്ടർ KP ഗദ്ദാഫി, CDS ചെയർപേഴ്സൺ ജിൻസി വർഗീസ്, കൃഷി ഓഫീസർ റഷിദ PI, കൃഷി അസിസ്റ്റന്റ് ദീപ ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂൾ കർഷക ദിനം വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. ചടങ്ങിൽ കോടിക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി മുഖ്യ അതിഥി ആയിരുന്നു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂൾ കർഷക ദിനം വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. കോടിക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് കുട്ടി കർഷകനായി തെരഞ്ഞെടുത്ത ജോർജ് ആന്റണിയെ ഹെഡ്മിസ്ട്രസ് മോളി TB പൊന്നാടി അണിയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി കൃഷിദിന സന്ദേശം നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും ഒലിക്കൽ പശുഫാം സന്ദർശിക്കുകയും ക്ഷീരകർഷകനായ ആന്റണിയെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ കൃഷി വകുപ്പ് ഒരുക്കിയ കാർഷിക വിളംബര ജാഥയിൽ പങ്കുചേർന്നു. ലോകമെമ്പാടും കർഷകരെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഏറെ വർത്തമാനം നടത്തുന്ന ദിവസമാണ്. നൂറുകണക്കിന് കർഷകരെ പൊന്നാട അണിയിക്കും. ഇന്ന് അധികാരികൾ കാർഷിക മേഖലയെ ഒത്തിരിയാക്കാനുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തും. സസ്യങ്ങൾ വളർത്തിയും മൃഗങ്ങളെ ചിങ്ങമൊന്ന് കർഷക ദിനമാണ്. കർഷക ദിനത്തിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കണം. കർഷകന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരു മനോഹര ഭൂമി ഇന്നൊരു മരുഭൂമിയായി മാറിയേനെ. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. കോലാനി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷം നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. അഷ്ടമി രോഹിണി ദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു.
കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം ഗോപിക നൃത്തം അവതരിപ്പിച്ചു. ബിസിനസ് വാർത്ത. കിരൺ ഫർണിച്ചർ മാർട്ട് നെടുമുറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. വണ്ടമറ്റം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോസഫ് നിരവത്തിന്റെ സാന്നിധ്യത്തിൽ ഫാദർ ജോസ് കണ്ടത്തിൽ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഫർണിച്ചർ നിർമ്മാണ വിൽപ്പന രംഗത്ത് വർഷങ്ങളുടെ വിശ്വസ്തതയും സേവന പാരമ്പര്യവുമായി കിരൺ ഫർണിച്ചർ മാർട്ട് നെടുമറ്റം സർവീസ് സഹകരണ ബാങ്കിന് എതിർവശം വാണിയക്കിഴക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വീടുകൾക്കും ഓഫീസുകൾക്കും ആവശ്യമായ എല്ലാവിധ നൂതന ഡിസൈൻ ഫർണിച്ചറുകളും ഉത്തരവാദിത്വത്തോടെ ഈ സ്ഥാപനത്തിൽ നിന്നും നിർമ്മിച്ചു നൽകും. വണ്ടമറ്റം സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ജോസഫ് നിരവത്തിന്റെ സാന്നിധ്യത്തിൽ ഫാദർ ജോസ് കണ്ടത്തിൽ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ആന്റണി, മെമ്പർ പോൾസൺ മാത്യു, നെടുമറ്റം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാബു കേശവൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വണ്ടമറ്റം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധി അലോൺ മാത്യു ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഏറ്റവും ഗുണമേന്മയുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് സ്വന്തം വർക്ക്ഷോപ്പിൽ നിർമ്മിക്കുന്നതിനാൽ അമിത വില ഈടാക്കാതെ മിതമായ നിരക്കിൽ ഫർണിച്ചർ ഐറ്റംസ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. കിരൺ ഫർണിച്ചർ മാർട്ട് എന്ന സ്ഥാപനം ഇന്ന് നെടുമറ്റത്ത് വാണിയക്കിഴക്കേ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ ഫർണിച്ചർ ഉപകരണങ്ങളും നമ്മളിവിടെ നിന്ന് മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, വണ്ടമറ്റം. ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര ഇടമറുക് ശ്രീ വിദ്യാനാഗരാജ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കുളത്തിക്കണ്ടം ശ്രീധർമ്മശാസ്ത ക്ഷേത്രം ശാസ്താപുരത്ത് സമാപിച്ചു. താളമേളങ്ങളുടെയും കാവടിയാട്ടത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി നൂറുകണക്കിന് കുട്ടികളാണ് രാധാകൃഷ്ണ വേഷത്തിലും ഗോപികമാരായി അണിഞ്ഞൊരുങ്ങി എത്തിയത്. വിവിധ ശാഖകളിലെ ബാലഗോകുലം ആണ് ശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. മനോഹര ഗാനത്തിനൊപ്പം ചുവടുവെച്ചും ഉറിയടിച്ചും നീങ്ങിയ കുട്ടികൾ ശോഭയാത്രയെ ആവേശഭരിതമാക്കി. ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. AKWRF സംഘടനയിലെ അംഗങ്ങളുടെ SSLCക്കും +2നും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത്. അപ്പോൾ അംഗങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. അപ്പം അതിനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ മുന്നോട്ടുള്ള ഭാവിക്ക് ചെറിയൊരു ഉപകാരം കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവരെ ചെറിയൊരു സമ്മാനം കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഉടുമന്നൂർ കവിശ്ശേരിയിൽ മോഹനന്റെ മകനായ SSLC വിദ്യാർത്ഥി അജിൽ മോഹൻ, വണ്ടർമേട് വരവുകാട് GK ഭവനിൽ GK ഗോപാലിന്റെയും സുശീലയുടെയും മക്കളായ +2 വിദ്യാർത്ഥികൾ റൂബിയ, ശരൺരാജ് എന്നിവരെയാണ് AKWRF ഇടുക്കി ജില്ലാ കമ്മിറ്റി അനുമോദിച്ചത്. എനിക്ക് ഇങ്ങനെയൊരു സമ്മാനം തന്നതിൽ ഒത്തിരിയധികം നന്ദി എല്ലാം ഉണ്ട്. പിന്നെ ഞാനിനി കരിമണ്ണൂർ സെൻറ്റ് ജോസഫിൽ അഡ്മിഷന് കൊടുത്തു. എനിക്ക് 1ാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ വന്നു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി ജോയിൻ ചെയ്തു. ബയോളജി സയൻസാണ് എടുത്ത വിഷയം. അതിൽ പഠിച്ച് മുന്നേറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ സംഘടനയുടെ പേരിൽ എൻ്റെ മകൻ ഇങ്ങനൊരു അഭിനന്ദനം നൽകാൻ സഹായിച്ചതിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. AKWRF ഇടുക്കി ജില്ലാ സെക്രട്ടറി KB സാബു തൊടുപുഴ അജിൽ മോഹന്റെ വീട്ടിലെത്തി ക്യാഷ് അവാർഡ് നൽകി. അജിൽ മോഹൻ കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. വനം വകുപ്പിന്റെ ജണ്ട ഭാഗികമായി പൊളിച്ചുമാറ്റിയ കുളമാവ് പോത്തുമറ്റം കണിയാമ്പറമ്പിൽ സണ്ണിയെ വനം വകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെയും വനഭൂമിയുടെയും അതിർത്തി തിരിക്കുന്ന ജണ്ടയാണ് പൊളിച്ചുമാറ്റിയത്. കോട്ടയം വനം ഡിവിഷനിൽ നഗരംപാറ റേഞ്ചിൽ വൈരമണി ഫോറസ്റ്റ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് സ്ഥലം. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇൻചാർജ് PK സലിം, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരായ ബിനോജ് ജോസ്, PR അരുൺ, PA കബീർ, VC സന്ദീപ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. രാജ്യത്തിന്റെ 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കട്ടപ്പന അമർ ജവാനിൽ വിപുലമായ പരിപാടികൾ ഒരുക്കി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ്. യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഷാജി എബ്രഹാം പതാക ഉയർത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കട്ടപ്പന അമർ ജവാൻ യുദ്ധ സ്മാരകത്തിന് മുമ്പിൽ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഷാജി എബ്രഹാം പതാക ഉയർത്തി. രക്ഷാധികാരി ഫിലിപ്പോസ് മത്തായി അമർ ജവാനിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രസിഡന്റ് ക്യാപ്റ്റൻ ഷാജി എബ്രഹാം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗ സമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഓരോ ഭാരതീയനും, അവൻ സൈനികനാണേലും, അവൻ പോലീസ് ഉദ്യോഗസ്ഥനാണേലും, കൃഷിക്കാരനാണേലും, സാധാരണക്കാരനാണേലും അവൻ്റെ സ്വാതന്ത്ര്യം അവൻ്റെ അമൂല്യമാണ്. ഈ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്.
യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇന്നത്തെ സമയത്ത് വളരെയേറെ രാഷ്ട്രീയ താല്പര്യ കാര്യങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധിക്കാറുണ്ട്. ഈ സമയം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ തലമുറകളായി നമുക്ക് കിട്ടിയ നമ്മുടെ സമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ഓരോ ഭാരതീയരും പ്രതിജ്ഞാബദ്ധരാണ്. തുടർന്ന് വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും അമർ ജവാനിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. താലൂക്ക് പ്രസിഡന്റ് ടി പി സ്കറിയ, സുഭാഷ് ചന്ദ്രൻ, ഗോപിനാഥൻ, PV വർഗീസ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കുട്ടമ്പുഴയിലെ ആദിവാസികൾക്കായി കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷൻ ഈ വർഷം നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. സിനിമാ താരം അനൂപ് മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. റിലയൻസ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ജെയിംസ് ജോസഫ് അധ്യക്ഷനായിരുന്നു. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടമ്പുഴയിലെ ആദിവാസികൾക്കായി കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷൻ ഈ വർഷം നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ആദിവാസി മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം സിനിമാ താരം അനൂപ് മേനോൻ നിർവഹിച്ചു. ആവേശവിധാനങ്ങൾക്കെല്ലാം അപ്പുറം ഒരുപാട് സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നു. കാരണം വലിയൊരു മാനുഷികമായ വലിയൊരു തുടക്കത്തിൻ്റെ കാരണമാവാൻ ഞാനും അതിലൊരു ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ അതും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ദിവസം. ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു. എൻ്റെ പരിമിതമായ അറിവിൽ നമ്മളെല്ലാവരും കാട്ടുവാസികളായിരുന്നു. കാട്ടിൽ നിന്നും നാടിലേക്ക് ചിലർ ഇറങ്ങിയില്ല. അപ്പോൾ ശരിക്കും ആദിമനിവാസികൾ എന്ന് പറഞ്ഞാൽ ആദിയിലുണ്ടായവർ, തുടക്കക്കാർ. റിലയൻസ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ജെയിംസ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കോതമംഗലം DFO MBG കണ്ണൻ നിർവഹിച്ചു. മുൻ മന്ത്രി TU കുരുള മുഖ്യപ്രഭാഷണം നടത്തി. റിലയൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ S സത്യപാലൻ, KO ഇട്ടൂപ്പ്, സോജി തോമസ്, റോബിൻ സേവ്യർ, ഉണ്ണി S കാപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. റിലയൻസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ്കുട്ടി സേവ്യർ സ്വാഗതവും CEO ജെയ്മോൻ ഐപ്പ് നന്ദിയും പറഞ്ഞു. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉൾവനത്തിൽ ആദിവാസി കുടിയിലെ ദുരിതങ്ങൾക്കിടയിലും 3 മക്കളെ പഠിപ്പിച്ച് ഡോക്ടർമാരാക്കിയ മാമലക്കണ്ടത്ത് കോരാളി രാഘവൻ ഭാര്യ പുഷ്പ ദമ്പതികളെയും ആദിവാസി മേഖലയിലെ മാധ്യമ സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ മുരളി കുട്ടമ്പുഴ 2 പതിറ്റാണ്ടുകാലമായി പ്രാദേശിക ചാനലിൽ റിപ്പോർട്ടിംഗിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന ജോർജ് സെബാസ്റ്റ്യൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AS മിത്ര പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് സ്വാതന്ത്ര്യത്തിന് 75ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. 4 മീറ്റർ നീളമുള്ള വലിയ ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. അധ്യാപകനും കവിയുമായ ശ്രീ അജിത് തൊടുപുഴ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AS മിത്ര പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചു. 4 മീറ്റർ നീളമുള്ള വലിയ ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് കമ്പനിയുടെ മാനേജ്മെന്റും സ്റ്റാഫും കുടുംബാംഗങ്ങളും ചേർന്ന് സാംസ്കാരിക സമ്മേളനം നടത്തി. AS മിത്ര മാനേജിംഗ് ഡയറക്ടർ അനിൽ പ്രഭ സ്വാഗതം പറഞ്ഞു. അധ്യാപകനും കവിയുമായ അജിത് തൊടുപുഴ ഉദ്ഘാടനം ചെയ്തു. S മിത്ര ഡയറക്ടർ സലീഷ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് സ്റ്റാഫ് അംഗങ്ങളുടെ ദേശഭക്തി ഗാന ആലാപനവും മധുരപലഹാര വിതരണവും നടന്നു. ഇതോടനുബന്ധിച്ച് കമ്പനിയുടെ പുതിയ സർവീസായ IT സൊല്യൂഷൻ പ്രകാശനം ചെയ്തു. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല വെബ്സൈറ്റ് പുതിയ സ്റ്റാർട്ടപ്പുകളിലേക്കും ബിസിനസ്സുകളിലേക്കും എത്തിക്കുക എന്നതാണ് IT സൊല്യൂഷൻ ലക്ഷ്യം. ദേശീയഗാന ആലാപനത്തോടെ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനാവശ്യ തടസ്സവാദങ്ങളും അടിസ്ഥാനരഹിത ചോദ്യങ്ങളും ഉന്നയിച്ച് അധികൃതർ പട്ടയ നടപടികൾ മരവിപ്പിക്കാൻ നീക്കം നടത്തുന്നതായി അഖില തിരുവിതാംകൂർ മലയ അരയ മഹാസഭ. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഗ്രൂപ്പ് ഫോക്കസിംഗ് സംഘടിപ്പിച്ചു. കാരുണ്യപൂർവ്വം CITU പദ്ധതിയുടെ ഭാഗമായി മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി.
മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കർഷക ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂൾ കർഷക ദിനം വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.